നിങ്ങളുടെ ശ്വാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച പുരാതനമായ ഒരു പരിശീലനമായ ക്രിയായോഗയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതൊരു സാധാരണ യോഗമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി യോഗികൾ പിന്തുടരുന്ന ആന്തരിക ശക്തിയെ ഉണർത്തുന്ന ഒരു രഹസ്യവിദ്യയാണ്. എന്നാൽ ഇത് ശരിക്കുമത്ര ഫലപ്രദമാണോ? ഇതിലൂടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആഴത്തിലുള്ള സന്തുലിതാവസ്ഥ നേടാൻ കഴിയുമോ? ആന്തരിക സമാധാനവും അസാധാരണമായ ഊർജ്ജവും ആത്മീയ ഉണർവും നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ക്രിയായോഗയുടെ ചരിത്രം. ക്രിയായോഗയുടെ വേരുകൾ വളരെ പുരാതനകാലത്തേതാണ്. ഈ യോഗ പാരമ്പര്യം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകളുള്ളതുമാണ്. ഈ യോഗവിദ്യ മഹർഷി പതഞ്ജലി, ഭഗവാൻ ശ്രീകൃഷ്ണൻ, മറ്റു പല സിദ്ധപുരുഷന്മാർക്കും അറിയാമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നാൽ കാലക്രമേണ ഈ അറിവ് രഹസ്യമായി മാറുകയും തെരഞ്ഞെടുക്കപ്പെട്ട ചില യോഗികളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു. ആധുനിക കാലത്ത് ക്രിയായോഗയെ പുനരുജ്ജീവിപ്പിച്ചതിന്റെ ബഹുമതി മഹാവതാർ ബാബാജിക്കാണ്. 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം തന്റെ ശിഷ്യനായ ലാഹിരി മഹാശയയ്ക്ക് ഈ ദിവ്യവിദ്യ നൽകി. അതിനുശേഷം ലാഹിരി മഹാശയ ഇത് തന്റെ യോഗ്യരായ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അവരിലൊരാളായിരുന്നു സ്വാമി ശ്രീ യുക്തേശ്വർ ഗിരി. അദ്ദേഹം ഈ യോഗയുടെ ആഴത്തിലുള്ള അറിവ് പരമഹംസ യോഗാനന്ദന് നൽകി. പിന്നീട് അദ്ദേഹം ഈ വിദ്യ പാശ്ചാത്യലോകത്തും പ്രചാരത്തിലാക്കി. പരമഹംസ യോഗാനന്ദൻ തന്റെ പ്രശസ്തമായ പുസ്തകമായ ഒരു യോഗിയുടെ ആത്മകഥ, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ ക്രിയായോഗയുടെ രഹസ്യങ്ങളെക്കുറിച്ചും അതിന്റെ ശക്തിയെക്കുറിച്ചും വിശദമായി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും യൂറോപ്പിലും പ്രചരിപ്പിച്ചു. അതുവഴി ഈ വിദ്യ ലോകമെമ്പാടും പ്രസിദ്ധമായി. ധ്യാനത്തിനുള്ള ശാന്തമായ സ്ഥലവും ശരിയായ സമയവും തിരഞ്ഞെടുക്കുക. ക്രിയായോഗ പരിശീലിക്കാൻ ബാഹ്യമായ ശബ്ദങ്ങളോ തടസ്സങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ധ്യാനസമയത്ത് നമ്മുടെ മനസ്സ് വളരെ സെൻസിറ്റീവായിരിക്കും. അതിനാൽ ചുറ്റുപാടുകൾ ശാന്തമാണെങ്കിൽ ധ്യാനത്തിൽ ആഴം കണ്ടെത്തുന്നത് എളുപ്പമാകും. ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം, സംഭാഷണം, ഫോൺ റിംഗ്ടോണുകൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ ധ്യാനം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിലെ ഒരു ശാന്തമായ മുറി, ക്ഷേത്രം, പൂന്തോട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതിദത്തമായ സ്ഥലം ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വീട്ടിൽ സ്ഥലം കുറവാണെങ്കിൽ എല്ലാ ദിവസവും തടസ്സങ്ങളില്ലാതെ ഇരിക്കാൻ കഴിയുന്ന ഒരു കോർണർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ശരിയായ സമയം തിരഞ്ഞെടുക്കുന്നത് ധ്യാനത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രാവിലെയും രാത്രിയും ക്രിയായോഗയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കപ്പെടുന്നു. രാവിലെ അന്തരീക്ഷം ശുദ്ധവും ശാന്തവുമാണ്. അതിനാൽ മനസ്സ് സ്വാഭാവികമായും ശാന്തമായിരിക്കും, ധ്യാനിക്കാൻ എളുപ്പവുമാകും. കൂടാതെ ഈ സമയത്ത് ശരീരത്തിൽ കൂടുതൽ ഉന്മേഷവും ഊർജ്ജവുമുണ്ട്. ഇത് ക്രിയായോഗയുടെ ഫലം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. രാവിലെ ധ്യാനിക്കുന്നത് ദിവസം മുഴുവൻ മാനസിക വ്യക്തതയും പോസിറ്റീവ് ഊർജ്ജവും നിലനിർത്താൻ സഹായിക്കും. രാത്രിയിൽ ധ്യാനിക്കുന്നതിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ദിവസം മുഴുവനുള്ള ജോലികൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു. ഇത് ഉറക്കത്തെ കൂടുതൽ ആഴമുള്ളതും ശാന്തവുമാക്കുന്നു. അതുവഴി ശരീരത്തിനും മനസ്സിനും വിശ്രമം ലഭിക്കുന്നു. രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പ് ധ്യാനിക്കുന്നത് ഉറക്കമില്ലായ്മയുടെ പ്രശ്നം ഒഴിവാക്കാൻ സഹായിക്കും. കൂടാതെ അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലമായി ഉണരാൻ സാധിക്കും. ധ്യാന സമയത്ത് വസ്ത്രങ്ങളിലും ശ്രദ്ധിക്കണം. ശരീരത്തിന് പൂർണ്ണമായും സുഖപ്രദമായ രീതിയിലുള്ള അയഞ്ഞതും ഭാരം കുറഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. സാധിക്കുമെങ്കിൽ കുളിച്ചതിനുശേഷം ധ്യാനിക്കുക. കാരണം ഇത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയും ധ്യാനം കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യും. കുളിക്കാൻ സാധിക്കില്ലെങ്കിൽ കുറഞ്ഞത് കൈകളും മുഖവും കഴുകി കാലുകൾ വൃത്തിയാക്കിയ ശേഷം ധ്യാനിക്കുന്നതുപോലും ശാന്തമായ അനുഭവം നൽകും. നിങ്ങൾ സ്ഥിരമായി ഒരേ സ്ഥലത്തും സമയത്തും ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ആ സമയത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. ഇത് ധ്യാനം കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാക്കാൻ സഹായിക്കും. അതിനാൽ ക്രിയായോഗയെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുകയും ശരിയായ സ്ഥലത്തും സമയത്തും ഇത് പതിവാക്കുകയും ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കും. ശരിയായ രീതിയിലിരിക്കുക. ക്രിയായോഗ പരിശീലിക്കുമ്പോൾ ശരിയായ ഇരിപ്പ് രീതി വളരെ പ്രധാനമാണ്. കാരണം ഇത് ധ്യാനത്തിന്റെ ആഴവും സ്ഥിരതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മൾ സുഖപ്രദവും ശരിയായതുമായ രീതിയിലിരിക്കുമ്പോൾ ശരീരവും മനസ്സും സന്തുലിതമായിരിക്കും. ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എളുപ്പമാക്കുന്നു. ധ്യാനത്തിന് സുഖാസനം, പത്മാസനം, സിദ്ധാസനം അല്ലെങ്കിൽ അർദ്ധപത്മാസനം എന്നിവയാണ് ഏറ്റവും അനുയോജ്യം. ഈ ആസനങ്ങളിൽ കൂടുതൽ നേരം ഇരിക്കാൻ കഴിയാത്തവർക്ക് കസേരയിലും ഇരിക്കാം. എന്നാൽ നട്ടെല്ല് നിവർന്നിരിക്കണം. ഇരിക്കുമ്പോൾ ആദ്യം നിലത്ത് ഒരു യോഗ മാറ്റ്, പരവതാനി അല്ലെങ്കിൽ നേരിയ തലയണ വിരിക്കുക. നിവർന്നിരിക്കുക. നട്ടെല്ല് വളയ്ക്കാതെയും വളഞ്ഞില്ലാതെയും ഇരിക്കാൻ ശ്രദ്ധിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കുമ്പോൾ ഊർജ്ജം ശരീരത്തിൽ സുഗമമായി ഒഴുകുന്നു. ധ്യാനം കൂടുതൽ ഫലപ്രദമാകും. കഴുത്തും തലയും ഒരു നേർരേഖയിൽ വയ്ക്കുക. അതുവഴി ശരീരത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ പിരിമുറുക്കമോ ഉണ്ടാകില്ല. കൈകൾ മുട്ടുകളിൽ ജ്ഞാനമുദ്രയിൽ
വിരലുകൾ ചെറുതായി കൂട്ടിച്ചേർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖപ്രദമായ രീതിയിൽ വയ്ക്കാം. ഈ മുദ്ര മനസ്സിനെ കൂടുതൽ ശാന്തവും സ്ഥിരവുമാക്കാൻ സഹായിക്കും. ധ്യാനസമയത്ത് കണ്ണുകൾ പതുക്കെ അടച്ച് മുഖത്തെ പേശികൾ പൂർണ്ണമായും അയച്ചുവിടാൻ ശ്രമിക്കുക. ശരീരത്തിൽ യാതൊരുവിധ ഞെരുക്കമോ പിരിമുറുക്കമോ ഉണ്ടാകാൻ അനുവദിക്കരുത്. ഇരുന്നതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പതുക്കെ സ്ഥാനം മാറ്റാം. പക്ഷേ അമിതമായി ഇളകുന്നത് ധ്യാനത്തിന്റെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്തും. തുടക്കത്തിൽ കൂടുതൽ നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 10 മുതൽ 15 വരെ മിനിറ്റ് മുതൽ തുടങ്ങുകയും ക്രമേണ സമയം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മുട്ടിലോ പുറകിലോ വേദനയുണ്ടെങ്കിൽ ഒരു ഭിത്തിയിൽ ചാരിയിരിക്കുകയോ നേരിയ തലയണയുടെ സഹായം തേടുകയോ ചെയ്യാം. പതിവായി പരിശീലിക്കുമ്പോൾ ശരീരം ഈ അവസ്ഥയുമായി പൊരുത്തപ്പെടുകയും ധ്യാനത്തിന്റെ സമയം വർദ്ധിപ്പിക്കുന്നത് എളുപ്പമാവുകയും ചെയ്യും. ശരിയായ രീതിയിലിരിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും സ്ഥിരപ്പെടുത്തുന്നു. ഇത് ക്രിയായോഗ സമയത്ത് ഊർജ്ജപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല. ശരീരം പൂർണ്ണമായും സുഖപ്രദവും പിരിമുറുക്കമില്ലാത്തതുമായിരിക്കുമ്പോൾ ധ്യാനം ആഴമേറിയതും ഫലപ്രദവുമാകും. അതിനാൽ ക്രിയായോഗയുടെ ഒരു പ്രധാന പ്രക്രിയയാണ് ശരിയായ രീതിയിലിരിക്കുന്നത്. ഇത് പരിശീലനം കൂടുതൽ ഫലപ്രദവും ആനന്ദകരവുമാക്കുന്നു. ശ്വാസം നിയന്ത്രിക്കുക, പ്രാണായാമം ചെയ്യുക. ക്രിയായോഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ശ്വാസം നിയന്ത്രിക്കുന്ന പ്രാണായാമമാണ്. പ്രാണായാമം എന്നാൽ പ്രാണനെ അഥവാ ജീവന്റെ ഊർജ്ജത്തെ നിയന്ത്രിക്കുക എന്നാണ്. നമ്മൾ നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകാൻ തുടങ്ങുന്നു. ഇത് ധ്യാനത്തിൽ ആഴം നൽകുന്നു. ക്രിയായോഗയിൽ ശ്വാസം ഒരു സാധാരണ വായുവിന്റെ പ്രവാഹമായി മാത്രമല്ല, ഊർജ്ജത്തെ, പ്രാണനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. ശ്വാസം നിയന്ത്രിക്കുമ്പോൾ ചിന്തകളും നിയന്ത്രിക്കപ്പെടുന്നു. അതുവഴി ആന്തരിക സമാധാനം ലഭിക്കുന്നു. ശ്വാസം നിയന്ത്രിക്കാൻ ആദ്യം ഒരു സുഖപ്രദമായ രീതിയിലിരിക്കുക. നട്ടെല്ല് നിവർന്നുവെക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് പതുക്കെ ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ അത് നാഭി മുതൽ തലയുടെ മുകൾ ഭാഗം വരെ സഹസ്രാര ചക്രം ഒഴുകി നീങ്ങുന്നത് അനുഭവിക്കുക. ഇനി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. അത് തലയിൽ നിന്ന് താഴേക്ക് നാഭിയിലേക്കെത്തുന്നത് അനുഭവിക്കുക. ഈ പ്രക്രിയ സൗകര്യപ്രദമായി ചെയ്യുക. യാതൊരുവിധ ബലവും പ്രയോഗിക്കരുത്. ശ്വാസം സാവധാനത്തിലും സ്ഥിരമായും ആഴത്തിലുമായിരിക്കണം. നമ്മൾ വേഗത്തിലും ക്രമരഹിതമായും ശ്വാസമെടുക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവുകയും ശ്രദ്ധ തെറ്റുകയും ചെയ്യും. എന്നാൽ ശ്വാസം നിയന്ത്രിക്കുമ്പോൾ ശരീരവും മനസ്സും സ്ഥിരമാകും. ഇത് പതിവായി ചെയ്യുന്നത് മാനസിക വ്യക്തതയും ഊർജ്ജസന്തുലിതാവസ്ഥയും ആത്മീയ അനുഭവവും വർദ്ധിപ്പിക്കുന്നു. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ മൂക്കിലൂടെ മാത്രം ശ്വാസമെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. വായ ഉപയോഗിക്കരുത്. ശ്വാസമെടുക്കുമ്പോൾ വയറ് വികസിപ്പിക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുക. ഇത് ശ്വാസകോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജൻ പ്രവഹിക്കാൻ സഹായിക്കുന്നു. അതുവഴി ശരീരത്തിലെ ഓരോ കോശത്തിനും ഊർജ്ജം ലഭിക്കുന്നു. തുടക്കത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ഈ പരിശീലനം ചെയ്യുക. ക്രമേണ സമയം വർദ്ധിപ്പിക്കുക. ഈ പ്രക്രിയ സ്വാഭാവികമാകുമ്പോൾ അതിനെ ധ്യാനവുമായി ബന്ധിപ്പിക്കുക. നട്ടെല്ലിലൂടെ നിങ്ങളുടെ ഊർജ്ജം മുകളിലേക്ക് ഉയരുന്നത് അനുഭവിക്കുക. ഇത് ധ്യാനത്തിൽ ആഴം നൽകുകയും ആത്മീയമായ ഉണർവ് നൽകുകയും ചെയ്യും. പതിവായ പരിശീലനം മനസ്സിന്റെ അസ്ഥിരത കുറയ്ക്കുകയും ചിന്തകൾ ശാന്തമാക്കുകയും ചെയ്യും. ധ്യാനാവസ്ഥ കൂടുതൽ നേരം നിലനിർത്താനും ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ക്രിയായോഗയിൽ ശ്വാസം നിയന്ത്രിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു പ്രധാന മാർഗമായി കണക്കാക്കുന്നത്. ഊർജ്ജത്തെ നട്ടെല്ലിലൂടെ പ്രവഹിപ്പിക്കുക. ക്രിയായോഗയുടെ ഒരു പ്രധാന വശം യോഗി തന്റെ ബോധത്തെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജസ്രോതസ്സായ നട്ടെല്ലിൽ സുഷുമ്നാ നാഡി കേന്ദ്രീകരിക്കുക എന്നതാണ്. യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ആന്തരിക ഊർജ്ജം കുണ്ഡലിനി ശക്തി മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നു. ശരിയായ രീതിയിൽ ഉണർത്തുമ്പോൾ അത് സാവധാനം നട്ടെല്ലിലൂടെ മുകളിലേക്കുയരുന്നു. ഇത് ആത്മീയ ശക്തിയെ വികസിപ്പിക്കുന്നു. ക്രിയായോഗ പരിശീലിക്കുമ്പോൾ ആദ്യം സ്ഥിരവും സുഖപ്രദവുമായ രീതിയിലിരിക്കുക. നട്ടെല്ല് നിവർന്നുവെച്ച് കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ഇപ്പോൾ ശ്വാസം സാവധാനത്തിലും സ്വാഭാവികവുമാക്കുകയും ശ്രദ്ധ നട്ടെല്ലിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവന്റെ ഊർജ്ജം നട്ടെല്ലിന്റെ താഴത്തെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഉയരുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഈ ഊർജ്ജം പതുക്കെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് അനുഭവിക്കുക. ഈ പ്രക്രിയ ശരീരത്തെയും മനസ്സിനെയും സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. ധ്യാനസമയത്ത് ഊർജ്ജം മൂലാധാര ചക്രത്തിൽ നിന്ന് നട്ടെല്ലിന്റെ താഴത്തെ ഭാഗം ഉയർന്ന് മണിപൂര, അനാഹത, വിശുദ്ധ, ആജ്ഞ, ഒടുവിൽ സഹസ്രാര ചക്രത്തിലേക്ക് എത്തുന്നത് അനുഭവിക്കാൻ ശ്രമിക്കുക. ഓരോ ശ്വാസത്തിലും ഈ ഊർജ്ജപ്രവാഹം അനുഭവിക്കുക. ഇത് ചെയ്യുന്നത് ശരീരത്തിൽ ശാന്തതയും ആശ്വാസവും അനുഭവിക്കാൻ മാത്രമല്ല, മനസ്സിനെ ഒരു ആഴമേറിയ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും സഹായിക്കുന്നു. ഈ പരിശീലനം നട്ടെല്ലിനുള്ളിലെ സുഷുമ്നാ നാഡിയെ സജീവമാക്കുന്നു. ഇത് ഊർജ്ജപ്രവാഹത്തെ സന്തുലിതമാക്കുന്നു. ഈ ഊർജ്ജം ശരിയായ ദിശയിൽ ഒഴുകുമ്പോൾ യോഗിക്ക് ആന്തരിക ആനന്ദവും സമാധാനവും അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ക്രമേണ ധ്യാനത്തിന്റെ ആഴം വർദ്ധിക്കുകയും യോഗിക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് മുന്നേറുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും.
പതിവായ പരിശീലനം മാനസികവും ആത്മീയവുമായ ശക്തി വർദ്ധിപ്പിക്കുന്നു, കൂടാതെ ശരീരം കൂടുതൽ ഊർജ്ജസ്വലവും സമ്മർദ്ദമില്ലാത്തതുമായി മാറുന്നു. ഈ പരിശീലനം ഒരു വ്യക്തിയെ ആന്തരിക ശക്തിയും ദിവ്യത്വവുമായി ബന്ധിപ്പിക്കുന്നു. അതുവഴി ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും സന്തുലിതാവസ്ഥയും സ്ഥിരതയും നിലനിർത്താൻ സാധിക്കുന്നു. ഓം അല്ലെങ്കിൽ മന്ത്രജപം ചെയ്യുക. ധ്യാനത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ ഓം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശാന്തിമന്ത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നു. നമ്മൾ ഒരു മന്ത്രം തുടർച്ചയായി ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ബാഹ്യചിന്തകൾ ക്രമേണ കുറയുന്നു. പ്രത്യേകിച്ചും ഓം ഉച്ചരിക്കുമ്പോൾ ശരീരം മുഴുവൻ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഇത് മാനസികവും ആത്മീയവുമായ സമാധാനം നൽകുന്നു. ക്രിയായോഗയിൽ നിങ്ങൾ ധ്യാനാവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിലോ പതുക്കെയുള്ള ശബ്ദത്തിലോ ഓം ജപിക്കുക. ഇത് ചെയ്യുന്നതിന് ആദ്യമൊരു സുഖപ്രദമായ രീതിയിലിരിക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതുക്കെ ഓം ഉച്ചരിക്കുക. ഈ വൈബ്രേഷൻ നാഭിയിൽ നിന്നുയർന്ന് തലയുടെ മുകൾ ഭാഗത്തേക്ക് സഹസ്രാര ചക്രം നീങ്ങുന്നത് അനുഭവിക്കുക. ഇത് ധ്യാനം കൂടുതൽ ആഴത്തിലാക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു. ചിന്തകളെ നിരീക്ഷിക്കുക, തടയരുത്. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകളുടെ വരവും പോക്കുമാണ്. പലപ്പോഴും ആളുകൾ ധ്യാനമെന്നാൽ ചിന്തകളെ പൂർണ്ണമായും തടയുകയാണെന്ന് കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സാധ്യമോ ആവശ്യമോ അല്ല. മനസ്സിന്റെ സ്വഭാവം തന്നെ അസ്ഥിരമാണ്. നമ്മൾ അതിനെ ബലമായി തടയാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ സജീവമാകും. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം നമ്മുടെ ചിന്തകളെ ഒരു നിരീക്ഷകനെപ്പോലെ തടയാനോ അവയോട് ബന്ധപ്പെടാനോ ശ്രമിക്കാതെ നോക്കുക എന്നതാണ്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരു ചിന്ത വന്നാൽ അത് സ്വീകരിക്കുക, അതിനെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ആകാശത്തിലൂടെ മേഘങ്ങൾ ഒഴുകിപ്പോകുന്നതുപോലെ. ആ ചിന്തയിൽ കുടുങ്ങുന്നതിനു പകരം അത് വന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പോയി എന്ന് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പരിശീലനം തുടരുമ്പോൾ ക്രമേണ ചിന്തകളുടെ വേഗത കുറയുകയും മനസ്സ് കൂടുതൽ ശാന്തമാവുകയും ചെയ്യും. ഈ പ്രക്രിയയെ ഒരു നദിയുടെ തീരത്തുനിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നത് കാണുന്നതുപോലെ സങ്കൽപ്പിക്കുക. നിങ്ങൾ വെള്ളം തടയാൻ ശ്രമിക്കുന്നില്ല, അത് ഒഴുകുന്നത് കാണുക മാത്രം ചെയ്യുന്നു. അതുപോലെ ധ്യാനസമയത്തൊരു ചിന്ത വരുമ്പോൾ അതിനെ നോക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്കോ മന്ത്രത്തിലേക്കോ ഊർജ്ജപ്രവാഹത്തിലേക്കോ തിരികെ കൊണ്ടുവരിക. ഒരു ചിന്ത വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ പരിഭ്രാന്തരാകുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഇത് തികച്ചും സാധാരണമാണ്. നിങ്ങൾ തുടർച്ചയായി ധ്യാനം പരിശീലിക്കുമ്പോൾ ചിന്തകൾ സ്വയം കുറയുകയും നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ സ്ഥിരവും ആഴമേറിയതുമാവുകയും ചെയ്യും. ഈ രീതിയുടെ ഏറ്റവും വലിയ നേട്ടം ഇത് മനസ്സിനെ സാക്ഷിഭാവത്തിലേക്ക്, വിറ്റ്നസ് കോൺഷ്യസ്നസ്, സാവധാനം നയിക്കുന്നു എന്നതാണ്. അവിടെ നമ്മൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് വേറിട്ട് ഒരു ശുദ്ധബോധമായി സ്വയം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഈ അവസ്ഥ ആന്തരിക സമാധാനത്തിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു. അത് ക്രിയായോഗയുടെ പ്രധാന ലക്ഷ്യമാണ്. അതിനാൽ ധ്യാനസമയത്ത് നിങ്ങളുടെ ചിന്തകളോട് പോരാടുന്നതിനു പകരം അവയെ നിരീക്ഷിക്കുക. നിങ്ങളുടെ പരിശീലനം സ്വാഭാവികമായി തുടരുക. ആന്തരിക സമാധാനവും ദൈവീക ബന്ധവും അനുഭവിക്കുക. ക്രിയായോഗ ഒരു സാധാരണ ധ്യാനപ്രക്രിയ മാത്രമല്ല, ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു മാർഗം കൂടിയാണ്. നമ്മൾ പതിവായി ക്രിയായോഗ പരിശീലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു സമാധാനം ഉണ്ടാകാൻ തുടങ്ങുന്നു. അത് ബാഹ്യ സാഹചര്യങ്ങളാൽ ബാധിക്കപ്പെടില്ല. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ തിരക്കിട്ട ജീവിതവും മനസ്സിന്റെ അസ്ഥിരതയും കാരണം നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സ് സ്ഥിരമാകുമ്പോൾ ഈ ആന്തരിക സമാധാനം സ്വാഭാവികമായും പ്രകടമാകാൻ തുടങ്ങുന്നു. നിങ്ങൾ ക്രിയായോഗ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തെയും ഊർജ്ജത്തെയും മനസ്സിനെയും പൂർണ്ണമായും ശാന്തമാക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ കേവലം ശരീരത്തിലും മനസ്സിലും ഒതുങ്ങുന്നില്ല, മറിച്ച് അനന്തമായ സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ദിവ്യ ആത്മാവാണെന്ന് അനുഭവിക്കുക. പുറമേയുള്ള യാതൊരു വസ്തുവോ സാഹചര്യമോ ബാധിക്കാത്ത ആ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുക. ഈ അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തോടടുക്കുന്നുവെന്ന് ക്രമേണ അനുഭവിക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ ആഴത്തിലുള്ള തലത്തിൽ ദൈവമുണ്ടെന്ന് അനുഭവിക്കുക. നിങ്ങൾ അവന്റെ സ്നേഹത്തിലും വെളിച്ചത്തിലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ബാഹ്യമായൊരു ബന്ധമല്ല, മറിച്ച് നിങ്ങൾക്കും ദൈവത്തിനും ഒരിക്കലും വേർപിരിയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു ആന്തരിക അനുഭവമാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ഒന്നായിരുന്നു, ആ സത്യം മറന്നുപോയിരുന്നു. ഈ അനുഭവം ആഴമേറിയതാകുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ചെറുതായി തോന്നാൻ തുടങ്ങുന്നു. ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ശക്തിയാലും അനുഗ്രഹത്താലും താൻ എപ്പോഴും സുരക്ഷിതനാണെന്ന് അചഞ്ചലമായ വിശ്വാസം വളരുന്നു. ഈ അനുഭവം ധ്യാനസമയത്ത് മാത്രമല്ല, ജീവിതത്തിലുടനീളം സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്താൻ സഹായിക്കുന്നു. പതിവായ ക്രിയായോഗ പരിശീലനത്തിലൂടെ ഈ ബന്ധം കൂടുതൽ ശക്തമാകും. ഒരു യോഗി തന്റെ പരിശീലനം തുടർച്ചയായി നിലനിർത്തുകയാണെങ്കിൽ അയാൾ ഈ ശാശ്വതമായ ആനന്ദത്തിലും ദിവ്യത്വത്തിലും ക്രമേണ സ്ഥിരത നേടുന്നു. ഇതാണ് ക്രിയായോഗയുടെ അന്തിമ ലക്ഷ്യം: സ്വന്തം ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അനുഭവിക്കുകയും അവനുമായി ഒന്നായിത്തീരുകയും ചെയ്യുക. ധ്യാനത്തിന്റെ സമയം ക്രമേണ വർദ്ധിപ്പിക്കുക. പതിവായി ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ ധ്യാനത്തിന്റെ ഫലം ആഴമേറിയതാകൂ.
തുടക്കത്തിൽ ധ്യാനം ചെയ്യുന്നത് എളുപ്പമല്ല, കാരണം മനസ്സ് അലഞ്ഞു നടക്കും, ശരീരത്തിന് ഒരേ അവസ്ഥയിൽ ഇരിക്കാൻ ശീലമില്ല. അതുകൊണ്ട് ധ്യാനത്തിന്റെ സമയം ക്രമേണ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുവഴി ശരീരവും മനസ്സും അതിന് അനുയോജ്യമാകും. ആദ്യ കുറച്ച് ദിവസങ്ങളിൽ 15 മുതൽ 20 വരെ മിനിറ്റ് ധ്യാനിക്കുക. നിങ്ങളുടെ മനസ്സിന് ധ്യാനപ്രക്രിയയുമായി പരിചയപ്പെടാനും ധ്യാനത്തിൽ ഇരിക്കാനുള്ള ശീലമുണ്ടാക്കാനും ഈ സമയം മതിയാകും. ഈ സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മന്ത്രം ജപിക്കാനും ചിന്തകളെ സ്വാഭാവികമായി നിരീക്ഷിക്കാനും പരിശീലിക്കുക. മനസ്സ് അലഞ്ഞു നടക്കുകയാണെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തരുത്, മറിച്ച് നിങ്ങളുടെ ശ്രദ്ധ പതുക്കെ വീണ്ടും കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. 15 മുതൽ 20 വരെ മിനിറ്റ് ധ്യാനം നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയാൽ അത് പതുക്കെ 30 മിനിറ്റായി വർദ്ധിപ്പിക്കുക. ഈ സമയത്ത് ധ്യാനത്തിന്റെ ഗുണനിലവാരത്തിലും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ശാന്തത തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഏകാഗ്രത മുമ്പത്തേക്കാൾ മെച്ചപ്പെടുന്നുണ്ടോ? അതെയെങ്കിൽ ധ്യാനത്തിന്റെ സമയം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നതിന്റെ സൂചനയാണിത്. നിങ്ങളുടെ മനസ്സും ശരീരവും 30 മിനിറ്റ് ധ്യാനത്തിന് ശീലിച്ചു കഴിഞ്ഞാൽ അത് 45 മിനിറ്റോ 60 മിനിറ്റോ ആയി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ധ്യാനത്തിന്റെ സമയം വർദ്ധിപ്പിക്കുന്നത് അതിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇത് മാനസിക വ്യക്തത, ആത്മീയ സമാധാനം, ആത്മീയ പുരോഗതി എന്നിവയ്ക്ക് സഹായിക്കുന്നു. കൂടുതൽ നേരം ധ്യാനിക്കുന്നത് മനസ്സിന്റെ അസ്ഥിരത കുറയ്ക്കുകയും യോഗിക്ക് തന്റെ യഥാർത്ഥ സ്വരൂപമായ ശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യും. എങ്കിലും ധ്യാനത്തിന്റെ സമയം വർദ്ധിപ്പിക്കുന്നതിൽ തിടുക്കം കാണിക്കരുത്. ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായ കഴിവുകൾ വ്യത്യസ്തമാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വാഭാവിക പ്രക്രിയ മനസ്സിലാക്കി പതുക്കെ പരിശീലിക്കുക. ചിലപ്പോൾ മനസ്സ് വളരെ അസ്വസ്ഥമാണെന്ന് തോന്നിയാൽ നിർബന്ധിച്ച് ധ്യാനിക്കുന്നതിന് പകരം കുറച്ചുനേരം വിശ്രമിക്കുക, എന്നിട്ട് വീണ്ടും പരിശീലിക്കുക. പതിവായി ധ്യാനിക്കുകയും അതിന്റെ സമയം ക്രമേണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് മാനസിക സമാധാനവും ആത്മസാക്ഷാത്കാരവും നൽകുക മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സഹായിക്കുന്നു. ധ്യാനത്തിന്റെ സമയം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോധം കൂടുതൽ സ്ഥിരവും ബോധപൂർവവും ആനന്ദകരവുമാകുന്നു. നിങ്ങളുടെ ദിനചര്യയിൽ ക്രിയായോഗയുടെ തത്വങ്ങൾ പ്രാവർത്തികമാക്കുക. ക്രിയായോഗ വെറുമൊരു ധ്യാനരീതി മാത്രമല്ല, ജീവിതത്തെ മുഴുവൻ നയിക്കുന്ന ഒരു കലയാണ്. നമ്മുടെ ഉള്ളിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനും ബാഹ്യ സാഹചര്യങ്ങളാൽ ബാധിക്കപ്പെടാതെ ഒരു സമാധാനപരവും പോസിറ്റീവുമായ ജീവിതം നയിക്കാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ധ്യാനവും പ്രാണായാമവും പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ബോധമുണരുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് ക്രിയായോഗയുടെ തത്വങ്ങൾ നമ്മുടെ ദിനചര്യയിലും പ്രാവർത്തികമാക്കുമ്പോഴാണ്. ആദ്യം നമ്മൾ നമ്മുടെ ചിന്തകളിൽ ശ്രദ്ധിക്കണം. ധ്യാനസമയത്ത് നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുപോലെ ദിവസം മുഴുവൻ നമ്മുടെ ചിന്തകൾ പോസിറ്റീവും സന്തുലിതവുമാക്കാൻ ശ്രമിക്കണം. നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങളുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ഒരു നെഗറ്റീവ് വികാരമുണ്ടായാൽ അതിനെ ശാന്തമായ മനസ്സോടെ സ്വീകരിക്കുകയും അതിനെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക. കൂടാതെ നമ്മുടെ വാക്കുകളും ഭാഷയും വളരെ പ്രധാനമാണ്. ക്രിയായോഗ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തോടെയും ദയയോടെയും കരുണയോടെയും നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാനാണ്. പരുഷമായ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെയും തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളിൽ മാധുര്യവും സത്യസന്ധതയും നിലനിർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർമ്മങ്ങളാണ്. ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവും സമാധാനവും നമ്മുടെ പ്രവൃത്തികളിലും കാണിക്കണം. ഓരോ ജോലിയും സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുക. ഏത് സാഹചര്യത്തിലും ക്ഷമ നിലനിർത്തുക. അതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമോ വെല്ലുവിളി നിറഞ്ഞ ജോലിയോ ആകട്ടെ, ഓരോ സാഹചര്യത്തെയും ഒരു പഠനമായി കാണാനും കോപമോ നിരാശയോ ഇല്ലാതെ അതിന് പരിഹാരം കണ്ടെത്താനും ക്രിയായോഗ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സന്തുലിതാവസ്ഥ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സമാധാനപരവും ആനന്ദകരവുമാകുന്നു. ധ്യാനാവസ്ഥ ധ്യാനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ദിവസം മുഴുവൻ നമ്മുടെ ബോധത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതിന്റെ ഫലമായി ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും കൂടുതൽ വ്യക്തതയോടും ക്ഷമയോടും കൂടി സ്വീകരിക്കാൻ നമ്മൾ പഠിക്കുന്നു. അതിനാൽ ക്രിയായോഗയെ വെറും ധ്യാനത്തിൽ മാത്രം ഒതുക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സ്നേഹത്തോടെയും സമാധാനത്തോടെയും ദയയോടെയും ജീവിക്കുക. ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഇതാണ് യഥാർത്ഥ അർത്ഥത്തിൽ ക്രിയായോഗയുടെ സിദ്ധി. ഒരു യോഗി സമർപ്പണത്തോടും ഭക്തിയോടും കൂടി ഈ പാതയിൽ നടക്കുമ്പോൾ അയാൾക്ക് തീർച്ചയായും ആത്മീയ പുരോഗതിയും പരമമായ സമാധാനവും അനുഭവിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ക്രിയായോഗയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക.